വെനിസ്വേലയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷപരമായ ബന്ധങ്ങളുടെ ചരിത്രം ചുരുക്കമായി മലയാളത്തിൽ താഴെ കൊടുക്കുന്നു. വെനിസ്വേല അമേരിക്ക സംഘർഷത്തിന്റെ ചരിത്രം. തുടക്കകാല ബന്ധം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. വെനിസ്വേലക്ക് വൻ എണ്ണശേഖരം ഉള്ളതിനാൽ അമേരിക്കയ്ക്ക് അവിടുത്തെ വലിയ സാമ്പത്തിക താൽപ്പര്യമുണ്ടായിരുന്നു. അമേരിക്കൻ എണ്ണക്കമ്പനികൾ വെനിസ്വേലയിൽ ശക്തമായി പ്രവർത്തിച്ചു. ഈ കാലത്ത് ബന്ധം പൊതുവെ സൗഹൃദപരമായിരുന്നു. ഹ്യൂഗോ ചാവെസിന്റെ കാലം 1999 മുതൽ 2013 വരെ. ഹ്യൂഗോ ചാവെസ് പ്രസിഡന്റായതോടെയാണ് വലിയ സംഘർഷങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹം സോഷ്യലിസ്റ്റ് നയം പിന്തുടർന്നു. അമേരിക്കൻ സ്വാധീനം തുറന്നടിച്ചു. എണ്ണ വ്യവസായം സർക്കാർ നിയന്ത്രണത്തിലാക്കി. അമേരിക്കയെ സാമ്രാജ്യത്വ ശക്തി എന്ന് വിമർശിച്ചു. 2002-ലെ കുപ്രതിഷേധം. ചാവെസിനെതിരെ നടന്ന കുപ്രതിഷേധത്തിന് അമേരിക്ക പിന്തുണ നൽകി എന്ന ആരോപണമുയർന്നു. ഇതോടെ ഇരുരാജ്യങ്ങളുടെയും ബന്ധം വളരെ വഷളായി. നിക്കോളാസ് മദൂറോയുടെ കാലം 2013 ഇപ്പോൾ വരെ. ചാവെസിന് ശേഷം നിക്കോളാസ് മദൂറോ അധികാരത്തിലെത്തി. വെനിസ്വേല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. പണപ്പെരുപ്പം, ഭക്ഷ്യക്ഷാമം. അമേരിക്ക മദൂറോ സർക്കാരിനെ അധികാരവാദി എന്ന് വിമർശിച്ചു. അമേരിക്കയുടെ ഉപരോധങ്ങൾ. എണ്ണ വ്യാപാരം, ബാങ്കുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവക്കെതിരെ ഉപരോധങ്ങൾ. മദൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് അമേരിക്ക പറഞ്ഞു. ജുവാൻ ഗ്വൈഡോ വിവാദം. 2019. ജുവാൻ ഗ്വൈഡോയെ അമേരിക്ക വെനിസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റ് ആയി അംഗീകരിച്ചു. എന്നാൽ മദൂറോ ഇപ്പോഴും അധികാരം നിലനിർത്തി. ഇതോടെ രാഷ്ട്രീയ സംഘർഷം കൂടുതൽ രൂക്ഷമായി. പ്രധാന സംഘർഷകാരണങ്ങൾ. എണ്ണ നിയന്ത്രണം. സോഷ്യലിസം വേഴ്സസ് ക്യാപിറ്റലിസം. ജനാധിപത്യം ആൻഡ് മനുഷ്യാവകാശ ആരോപണങ്ങൾ. അമേരിക്കൻ സ്വാധീനത്തോടുള്ള വെനിസ്വേലയുടെ എതിർപ്പ്. ഇപ്പോഴത്തെ സ്ഥിതി. സംക്ഷേപം. ബന്ധം ഇപ്പോഴും പൂർണ്ണമായും സൗഹൃദപരമല്ല. ചില സമയങ്ങളിൽ എണ്ണവ്യാപാരവുമായി ബന്ധപ്പെട്ട് ചെറിയ സംഭാഷണങ്ങൾ നടക്കുന്നു. പക്ഷേ രാഷ്ട്രീയ അവിശ്വാസം തുടരുന്നു.